ഹായ്, ISL ഇൻസൈഡറിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും പുതിയ വിശേഷങ്ങൾക്കും ഡീപ് അനാലിസിസിനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ത്യൻ ഫുട്ബോളിലെ ആവേശകരമായ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ജൂൺ 12-ന് ഔദ്യോഗികമായി ആരംഭിച്ചു കഴിഞ്ഞു. 3 മാസത്തോളം നീണ്ടുനിൽക്കുന്ന ഈ ജാലകം ഓഗസ്റ്റ് 31-ന് അവസാനിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ സീസണിലെ മോശം പ്രകടനത്തെ തുടർന്ന് നഷ്ടപ്പെട്ട ആരാധക പിന്തുണ വീണ്ടെടുക്കാൻ ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കേണ്ടത് ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യമാണ്. ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഉറപ്പായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 4 പൊസിഷനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. ഒരു ഫോറിൻ സെന്റർ ബാക്ക് മിലോസ് ഡെസിച്ച് ക്ലബ്ബ് വിടുന്ന സാഹചര്യത്തിൽ ഒരു പുതിയ വിദേശ സെന്റർ ബാക്ക് സൈനിംഗ് ഉറപ്പായും ഉണ്ടാകും. പ്രതിരോധ നിരയെ ശക്തിപ്പെടുത്താൻ ഇത് അത്യാവശ്യമാണ്. 2. ഒരു ഫോറിൻ സ്ട്രൈക്കർ ഹെസൂസ് സിമിനേസിന് 1 വർഷത്തെ കരാർ കൂടി ബാക്കിയുണ്ടെങ്കിലും ക്വാമെൻ പെപ്ര ക്ലബ്ബ് വിട്ടതുകൊണ്ട് ഒരു പുതിയ സ്ട്രൈക്കിംഗ് പാർട്ണർ ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമാണ്. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ മാർക്കസ് മെർഗുലാവോ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ സ്ട്രൈക്കറെ സൈൻ ചെയ്യാൻ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. 3. ഒരു ഇന്ത്യൻ മിഡ്ഫീൽഡർ ജിക്സൺ സിംഗിനെ വിട്ടതിനുശേഷം ക്ലബ്ബിൽ ഒരു ക്വാളിറ്റി മിഡ്ഫീൽഡറുടെ അഭാവം പ്രകടമാണ്. ഇത് പരിഹരിക്കാൻ ഒരു ഇന്ത്യൻ മിഡ്ഫീൽഡറെ ക്ലബ്ബ് സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. 4. ഒരു ഇന്ത്യൻ സെന്റർ ബാക്ക് ഹോർമിപാമിന്റെ പകരക്കാരൻ ഹോർമിപാം റൂയിവയെ വിൽക്കാൻ ക്ലബ്ബ് നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ ഒരു ഡീൽ നടന്നാൽ ഹോർമിപാമിന്റെ പകരക്കാരനായി ഒരു ഇന്ത്യൻ സെന്റർ ബാക്കിനെ ക്ലബ്ബ് സൈൻ ചെയ്യും. ഈ 4 പൊസിഷനുകളിലാണ് ക്ലബ്ബ് പ്രധാനമായും ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. ഈ ട്രാൻസ്ഫർ ജാലകം ബ്ലാസ്റ്റേഴ്സിന് എത്രത്തോളം നിർണായകമാകുമെന്ന് കണ്ടറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.